തിരികെ വരുമ്പോൾ MDMA കേസിലെ പ്രതികൾ VD സതീശനൊപ്പം നിൽക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക്. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പുള്ളതാണ് ഈ ചിത്രങ്ങൾ. കോഴിക്കോട് നടന്ന ഇഫ്താർ സംഗമത്തിലേതാണ് ഈ പുതിയ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ലഹരി വ്യാപനമെന്ന ആരോപണം ഇടത് കേന്ദ്രങ്ങൾ ശക്തമാക്കുകയുമാണ്. കേസ് തേച്ചു മായ്ക്കാനാണ് ശ്രമമെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് DYFI നേതൃത്വം വ്യക്തമാക്കി. നവകേരള യാത്ര നടക്കുന്ന 2023 അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ പ്രതി തന്നെ പല ഘട്ടത്തിൽ വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021 മുതൽ തന്നെയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏത് സമയത്തും കയറി ചെല്ലാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുമായുടെ ഏത് സ്വകാര്യ ചടങ്ങിലും പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. MS അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, നവകേരള സദസ്സ് നടക്കുന്ന 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ പ്രകാരം ഈ നവകേരള സദസ്സിൽ പരിക്കേറ്റ സമയത്താണ് പോയി കണ്ടതെന്നാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ ചിത്രങ്ങൾ, ഇയാൾ പങ്കുവച്ച ചിത്രങ്ങളൊക്കെ അതിന് മുന്നേ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കളവ് പറയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിപ്പോയതാണുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം ഈ ചിത്രങ്ങൾ നവകേരള സദസ്സിന് മുന്നേ ഇയാൾ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ്. അതിന് മുന്നേ എന്താ ഇപ്പോൾ ഇഫ്താർ സംഗമത്തിനിടയിൽ ഉള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നത് ഒന്ന്. രണ്ട്, ഈ പുതിയ ചിത്രങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ്? ഹരി, ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, ഈ KH മുഹമ്മദ് ഹുസൈൻ എന്ന ആൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ VD സതീശനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇടപെടുന്ന ആർക്കും അറിയാം, VD സതീശനുമായി പലപ്പോഴും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ആൾ തന്നെയാണ് ഇയാൾ. പലപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്കൊക്കെ ഒപ്പം വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി സ്ഥലങ്ങളിലൊക്കെ ഇയാൾ ഉണ്ടാവും. അടുത്ത് ഇടപഴകി, അല്ലെങ്കിൽ ചെവിയിൽ വർത്താനം പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ വാഹനത്തിൽ കയറാൻ കഴിയുന്ന തക്കവണ്ണമൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉള്ള ആൾ തന്നെയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തൊക്കെ ഒരു സന്തത സഹചാരി എന്ന രീതിയിലൊക്കെ പോലും പലപ്പോഴും പറയപ്പെട്ടിരുന്ന ഈ ആൾ കൂടിയാണ് ഹുസൈൻ. ഇതിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പുറത്തു വരുന്നത്. കാരണം 2025 മാർച്ച് 22 കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഈ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അന്ന് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അതിൽ ഈ കോഴിക്കോട് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെയൊക്കെ ചില നേതാക്കന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കൂടുതൽ പുറത്തുനിന്നുള്ള ആളുകൾ കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഈ VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾക്കൊപ്പം ഇയാൾ മാത്രമാണ് ഒരുപക്ഷെ പുറത്തുനിന്നും വന്ന ആളായി ഉണ്ടായിരുന്നത്. ഇയാൾ എല്ലാവരോടും വളരെ കാര്യമായി അന്ന് അവിടെ വെച്ച് ഇടപഴകുകയും ഒപ്പം VD സതീശനൊപ്പം തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇയാളുമായി അത്ര ഒരു ഔദ്യോഗികമായ ബന്ധമോ അല്ലെങ്കിൽ അത്രമേൽ അടുപ്പമുള്ള, പണ്ട് മുതൽ പരിചയമുള്ള ഒരു ആൾ അല്ല എന്ന രീതിയിലാണ്. കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ക്രമങ്ങൾ നടക്കുന്നു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി ഇത്തരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ, KSU പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് പലരും ആശുപത്രിയിൽ കിടക്കുകയും മുതിർന്ന നേതാക്കളൊക്കെ അടക്കം പോലും ഇവരെ സന്ദർശിക്കുകയും ഇവരോട് രോഗവിവരങ്ങൾ അല്ലെങ്കിൽ ഈ മർദ്ദനമേറ്റതിന്റെ വിവരങ്ങൾ ആരായുമൊക്കെ ചെയ്യുന്ന ഒരു സമയം. അങ്ങനെ അത്തരത്തിലൊരു ബന്ധമായിരുന്നു ഇയാളുമായി ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ഇയാളുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ, അല്ലെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന രീതിയിലാണ് അവകാശപ്പെട്ടത്. അത്തരമൊരു അവകാശവാദത്തെ അക്കാലത്തൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. ഒപ്പം ഈ VD സതീശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾ കൃത്യമായി ഷെയർ ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ്. എന്തായാലും അത്തരം കാര്യങ്ങളാണ് കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് രീതിയിലാണ് ഇയാൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ബന്ധം ഈ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് എന്ന ചോദ്യമാണ് ഇനി ബാക്കിയാവുന്നത്. പലപ്പോഴും ഈ മുഖ്യമന്ത്രിയോടൊക്കെ അടുത്ത് പലപ്പോഴും കാണുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പോലും പ്രതിപക്ഷ നേതാവിനോടൊത്തൊക്കെ കാണുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട നേതാക്കൾക്കും മറ്റാളുകൾക്കുമൊക്കെ ഇയാളോടൊപ്പം ഇയാൾ ഒരു സ്ഥിരമായി ഒപ്പമുള്ള ആളാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ബന്ധങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പരിശോധനകളിൽ നിന്നും മറ്റുമൊക്കെ ഒഴിയാനും മറ്റും ഇയാൾക്ക് പറ്റുമെന്ന ആരോപണമാണ് ഇപ്പോൾ CPM നേതാക്കളും DYFI നേതാക്കളുമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇത് തന്റെ ഒരു ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇത് സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഇയാൾ ഏകോപിപ്പിച്ചിരുന്നു എന്നത് ഒരു ആരോപണമായി തന്നെ, അല്ലെങ്കിൽ ഒരു വസ്തുതയായി തന്നെ ഈ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണ്ണൂർ കാസർഗോഡ് അതിർത്തി പ്രദേശത്ത് വെച്ച് 140 ഗ്രാം MDMA
വഴിയുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഈ വരുന്ന വഴിക്ക് മറ്റ് പലയിടങ്ങളിലും കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറം ജില്ലകളിലുമൊക്കെ ഇത്തരത്തിൽ ഈ MDMA ആളുകൾക്ക് ഇടപാടുകാർക്ക് നൽകിയ ശേഷമാണ് കാസർഗോഡ് എത്തിയതെന്ന ഒരു വിവരമാണ് പോലീസ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ഈ വഴിനീളെ എങ്ങനെ ഈ പരിശോധനകളിൽ നിന്നും ഒഴിവാകാൻ അയാൾക്ക് കഴിഞ്ഞു എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കാരണം നമുക്കറിയാം പോലീസ് ഈ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച ശേഷം വളരെ പ്രചണ്ഡമായ ഒരു പ്രചാരണവും ഒപ്പം തന്നെ പരിശോധനയും ഒരുപാട് കേസുകളൊക്കെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും അധികം ജനങ്ങളിൽ നിന്നൊരു ഒരു നല്ല പ്രതികരണം കിട്ടിയ ഒരു ഓപ്പറേഷൻ കൂടിയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയൊക്കെ നിശ്ചിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഈ വല ഭേദിച്ച് അല്ലെങ്കിൽ വലയ്ക്കിടയിലൂടെ കണ്ണിമുറിച്ച് ഇയാൾ ഈ കാസർഗോഡ് വരെ എത്തി എന്ന ചോദ്യമാണ്. അതിന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം അല്ലെങ്കിൽ നേരത്തെ മുതൽ അത്തരത്തിലൊരു അടുത്ത ബന്ധമുണ്ടെന്ന പ്രതീതി ജനിപ്പിച്ചതാണ് ഈ കേസിൽ ഗുണകരമായി മാറിയത്. അയാൾക്ക് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ നിയമ നടപടിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഒപ്പം എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി CPM-ഉം DYFI-ക്ക് മുന്നോട്ട് പോയി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ സമരം ഇക്കാര്യത്തിൽ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹത്തിനെക്കുറിച്ച് വ്യക്തിപരമായി പോലും പലർക്കും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അന്ന് സംശയമുനയുടെ മുന്നിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ഈ ആരോപണ വിധേയരായ ആളുകളുമായി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ട ടെന്നി ജോപ്പനും ജിക്കുവും ഒക്കെ സംസാരിച്ചതൊക്കെയാണ് പിന്നീട് വലിയ വിവാദമായി മാറുകയും അവർക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ ഒരു ആരോപണങ്ങളുടെ കരുതലിലേക്ക് ഈ സംഭവം വീഴ്ത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കോർഡിനേറ്റർമാരൊക്കെ വഴിയാണ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ലക്ഷ്യം മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നീങ്ങുന്നു. ഒപ്പം ഈ വിഷയങ്ങൾ എത്തിയ ശേഷം അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളോ ഒക്കെ ഈ ലഹരി കേസുകളിൽ ഇടപെട്ടു എന്നറിഞ്ഞ ശേഷം ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ഗതിവേഗം കുറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഒരു ആദ്യ ദിനങ്ങളിൽ തുടങ്ങിയ ഒരു തീവ്രത ഇല്ല എന്നടക്കമുള്ള വിമർശനങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഹരി, ശരി, ശക്തമായ സമരവും അല്ലെങ്കിൽ പ്രതിഷേധവുമായി DYFI-യും ഇതിനോടൊപ്പം തന്നെ രംഗത്തെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് പോകുന്ന മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.